ഈസ്റ്റ് ബംഗാൾ വിദേശ സൈനിങ്സ് നടത്തി ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഹിജാസി മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് നടത്തിയിരുന്നു. പിന്നീട് വിക്ടർ വാസ്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് ബാഴ്സലോണ പ്ലെയറെ, അതും ലാമാസി അക്കാഡമിയിൽ നിന്നൊക്കെയുള്ള മെസ്സിക്കൊപ്പമൊക്കെ വരെ കളിച്ചിട്ടുള്ളൊരു താരത്തെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. എന്നാൽ മുന്നേറ്റത്തിൽ ഇപ്പോൾ ഫെലീസിയ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്ററിക്കൻ ഇൻ്റർനാഷണലും അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ട്രൈക്കറെ ചൈനീസ് സൂപ്പർ ലീഗിൽ നിന്ന് എത്തിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഡിഫൻസിൽ കൂടി ഒരു അഡീഷൻ നടത്തുന്നു എന്നുള്ളതാണ്. പാർദോ എന്ന് പറയുന്ന ഒരു താരത്തിന് പകരക്കാരനായിട്ട് അലസാൻഡർ പാറ്റ്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെയാണ് എത്തിക്കുന്നത്. സോ സെർബിയൻ അണ്ടർ-21, അണ്ടർ-19 കാറ്റഗറികളിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം. ഇതിൻ്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ VRL, അതുപോലെ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്, ഡൈനാമോ കീവ് തുടങ്ങിയിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകൾ കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് സൈപ്രസ് ലീഗിലാണ്. ഈ ജനുവരിയിലാണ് അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റായിട്ട് മാറിയത്. ഇപ്പോഴാണ് അദ്ദേഹത്തെ ഇപ്പം ഈസ്റ്റ് ബംഗാൾ ഒരു സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ സെർബിയയ്ക്ക് വേണ്ടി നാഷണൽ കോളപ്പൊക്കെ കിട്ടിയിട്ടുള്ളൊരു താരമാണ്. പക്ഷേ സെർബിയയുടെ സീനിയർ ടീമിലൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ലാലീഗയിലാണ് എന്നുള്ളതാണ്. ലാലീഗ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരത്തെ എത്തിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സൈനിങ് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയണം. കാരണം 60 മുകളിൽ മത്സരങ്ങളാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം സെഗുണ്ടയിലും ഒക്കെ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. മറ്റ് പല ലീഗുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നത്. 31 വയസ്സുകാരനായിട്ടുള്ള നേരത്തെ പറഞ്ഞൊരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു താരമാണ്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയേണ്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തൻ്റെ കരിയറിൽ 12 ക്ലബ്ബുകളിലാണ് കളിച്ചിട്ടുള്ളത്. അതായത് 12 വർഷത്തെ ഒരു കരിയറിൽ 12 ക്ലബ്ബുകൾ. അങ്ങനെ ഒരു ക്ലബ്ബിൽ അങ്ങനെ ഒരുപാട് നാളുകൾ കളിക്കുന്ന ഒരു താരമല്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ അദ്ദേഹം കളിക്കാൻ പോകുന്ന 2ാമത്തെ ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ. എനിവേ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല പ്രൊഫൈലായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ സീസണിൽ നമുക്കറിയാം ഇപ്പം ടോപ്പ് 6 വരുന്നില്ല, എന്നാൽ അവർക്കിപ്പോൾ സൂപ്പർ കപ്പൊക്കെ നേടി ആ ഒരു ബൂസ്റ്റ് നിൽക്കുകയാണ്. അപ്പം അത് എത്രത്തോളം ആ ഒരു ഉയരത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു പറഞ്ഞ പോലെ വിദേശ സൈനിങ്സ്, അത് 3 നല്ല ക്ലാസ് സൈനിങ്സ് ആണ് അവർ നടത്തുന്നത്. എങ്ങനെ മാറും, അതെങ്ങനെ ഹെൽപ്ഫുൾ ആകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് സെക്കൻഡ് ഫേസ് ഓഫ് ISL കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും എന്താണ് ഈ ഒരു സൈനിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കും. ഞാൻ സൈനിങ്.